പെൺകുട്ടി, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്കറിയായിരുന്നു വരുമെന്ന്. നീയും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി നിന്റെ ഊഴ താണ്ഡവാടാൻ ശേഖരൻകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ആടി തീർക്ക്. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. ഇനി ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ലേ ഈശ്വരന്മാരെ എന്ന് പ്രാർത്ഥിച്ചതാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ആർക്കു വേണ്ടിയായിരുന്നു? മീനാക്ഷി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്തിനാ അവനെ ഇങ്ങനെ മോഹിപ്പിച്ച്? പാവമല്ലായിരുന്നു എന്റെ കുട്ടൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വയറ്റിലുണ്ടായ ഒരു പെണ്ണിനെ ഞാൻ അവന്റെ തല കെട്ടിവെക്കണോ? എന്തായി പറയണേ? വിശ്വാസമാവണില്ലല്ലേ? വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സത്യ, ഇവിടെ വന്ന താറാവുകാരൻ ചക്കനില്ലേ, അവനീന്ന് എല്ലാവരുടെ മുമ്പിലും ശേഖരൻകുട്ടി ഇപ്പൊ ദുഷ്ടനാ, നെറുകെട്ടോനാ. പക്ഷേ ശേഖരൻകുട്ടി എന്താ ഇങ്ങനെ ആയിന്ന് ആരും ചോദിച്ചിട്ടില്ല, നീ പോലും. ഓർമ്മിച്ചു വെക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലായിരുന്നു ബാല്യമായിരുന്നു എൻ്റെത്. അച്ഛനെ പറ്റി നിഴല് പോലും ഓർമ്മയെ എനിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് പറ്റി തെറ്റ്. അതാ എൻ്റെ പെങ്ങള് മീനാക്ഷി. ഒരു കൊയ്ത്ത് കാലത്ത് നാട്ടിൽ വന്ന താറാവുകാരൻ. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ ഈ നാട്ടിലേക്ക്. പക്ഷേ അവസാനം അയാൾ ഇവിടെയും വന്നു. പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് മീനാക്ഷിയോട് ചോദിച്ചില്ലേ, അതവളുടെ അച്ഛനാ. അയാൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷേ അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് മകളും ആവർത്തിച്ചു. എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരിക്കൽ ഇനി ഞാൻ എങ്ങോട്ട് പോണം? നീ പറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടല്ലേ? ഒരു നെരിപ്പോട് നെഞ്ചി കെട്ടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാൻ ഇനി എങ്ങോട്ട് പോണം? ആ ദിവ്യ ഗർഭമായിട്ട് ഞാൻ ഇനി എങ്ങോട്ട് പോണം? ഈശ്വര, ഇത്രയ്ക്കൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒക്കെ ശരിയാവും. എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നാളെ പറയാ, നിങ്ങള് വെറുതെ പറയാ. ഇനിയും വിശ്വാസം ആവണില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കേ. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? പറയാൻ അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. രാധേച്ചിയൊക്കെ പറഞ്ഞു, ഏട്ടന്റെ മീനാക്ഷിയല്ലേ, അറിയാതെ പറഞ്ഞതാ. പുറത്തൂടെ മാപ്പാക്കിക്കൂടെ? എന്റെ കുഞ്ഞേട്ടനല്ലേ. എന്തിനാ എന്റെ മോളേട്ടൻ ഇങ്ങനെ ധനിപ്പിച്ച്? ഏട്ടനൊക്കെ മറന്നു. എന്റെ കുട്ടിയുടെ കണ്ണു നിറയണത് ഏട്ടന് സഹിക്കൂല. ഏട്ടൻ പോയി വിളിക്കാം. ഏട്ടൻ കൊണ്ടുവരാവനെ. ഏട്ടൻ കൊണ്ടുവരാം. ഒരു കാര്യം,
അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഉം. പിന്നെ അയാൾക്കറിയോ? ഏട്ടൻ അയാളോട് പറഞ്ഞോ എന്റെ അച്ഛനൊന്ന്? ഉം. ആ മനസ്സ് എന്തോരം നൊന്നിട്ടുണ്ടാവും. ഏതോ ഒരുത്തന്റെ മനസ്സ് നൊന്തതിന് നിനക്ക് ഇത്ര വിഷമം. അപ്പൊ ഞാനീ അനുഭവിച്ചതൊക്കെയോ? ഏതോരത്തിനല്ലല്ലോ, അച്ഛനല്ലേ. ഇത്രയും കാലം ഏട്ടൻ നിന്നെ കരുതിയത് പോരായിരുന്നു എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ നിന്നെ സ്നേഹിച്ചത് കുറഞ്ഞു പോയിന്ന് എന്റെ കുട്ടിക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, വേറെ ആരും വേണ്ട. എനിക്ക് എന്റെ ഏട്ടൻ മാത്രം മതി. അത് മതി എനിക്ക്. ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. വരാൻ പറയാം. വന്ന് എന്റെ മീനാക്ഷി അനുഗ്രഹിക്കണമെന്ന് പറയാം. ആർക്കും പകരാവില്ലല്ലോ. നിനക്ക് അവിടം വരെ ഒന്ന് പോവായിരുന്നില്ലേ? ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? എന്താ അവസ്ഥ? അല്ല, ഇവനിപ്പ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? പറഞ്ഞു കേട്ടിടത്തോളം അവളുടെ ആങ്ങള ഇവൻ അങ്ങോട്ട് ചെന്നാ കൊന്നു കളയും. നിന്റെ കരുതാക്കെടുത്തൊന്നും പറയല്ലേ, കേട്ടിട്ട് എന്നെ പേടിയാവണു. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, എല്ലാറ്റിനും വഴിയുണ്ടാവും. വഴി ഉണ്ടാവും, പെരുവഴി. അവള് വല്ല കനാല് വാച്ചറയോ വല്ല സർക്കാർ കുമസ്തനെയോ കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ ശോകാനം പാടി ഇങ്ങനെ നടക്കും. അതും സംശയ. ആകെ ഉണ്ടായിരുന്നൊരു കോളാമ്പി പേട്ടി അവളെ അടിച്ചു മാറ്റിയില്ലേ? നീ ഇതൊന്നും കാര്യാക്കണ്ട. കെട്ടിറങ്ങണവരെ ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. അതവനാ, അവളുടെ ഏട്ടൻ. ഈ പട്ടാളി ജംഗ്ഷൻ പട്ടാല് കഴിഞ്ഞല്ലോ. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? ഈ താറാവ് കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന? നീ അറിയോ? ഏയ്, എന്റെ അറിവിലൊരു വിനോദ്. എനിക്കറിയാം. നിങ്ങളെ അന്വേഷിക്കുന്ന വിനോദിനെ എനിക്കറിയാം. നല്ല ഉയരത്തില് വെളുത്തിട്ടേ ആ, ഒളിച്ചിരിക്കവൻ. പേടിച്ചിട്ടേ ഒളിച്ചിരിക്കവൻ. എവിടെ? ദേ ഇതിനകത്തേ ഒളിച്ചിരിക്കവൻ കള്ളൻ. പോട്ടെ ഏട്ടാ, അവൻ ബോധമില്ലാണ്ട് പറയണ വിട്ടുകള. പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞത് സത്യ. ഒളിച്ചിരിക്കവൻ. ഒന്നും മിണ്ടായിരിക്കണ്ടോ നീ? ഒരു പെങ്കൊച്ചിന് വയറ്റുണ്ടാക്കിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതിയോ നീ? അറിയില്ലായിരുന്നു സത്യം. പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാ നീ ഒളിച്ചേ? പേടിച്ചിട്ട ഞാൻ വന്നേനെ. ആശ മരിച്ചു. പൊലകുളി പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ? അവിടുന്ന് വന്നിട്ട് ശരിക്ക് ഭ്രാന്ത് പോലെയായിരുന്നു.
ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അടുത്താരും ചെല്ലണ കൂടി ഇഷ്ടമല്ല. ഒരു ദിവസം രാത്രി എന്നെ വന്ന് വിളിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ആ ആൽമരത്തിൽ തൂങ്ങി നിന്നു. എന്നെങ്കിലും നിങ്ങളെ കണ്ട ഒന്ന് മാത്രം പറയാൻ പറഞ്ഞു. നിങ്ങളൊരാൺകുട്ടിയാന്ന്. എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെ. വല്ലാത്തൊരവസ്ഥയായിപ്പോ എന്റെ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഉം.